നമസ്കാരം. ഇന്ന് ലോകം ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും കനത്ത ആഘാതങ്ങളുടെ തിരിച്ചറിവിലാണ്. ഫോസിൽ ഇന്ധന ഉപയോഗത്താൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ആഴത്തെക്കുറിച്ചുള്ള അവബോധത്താൽ ലോകരാജ്യങ്ങളെല്ലാം പരിസ്ഥിതി സൗഹൃദ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള ചുവടുമാറ്റത്തിന്റെ പാതയിലാണ്. അതിന്റെ ഭാഗമായി ഹൈഡ്രജൻ, വൈദ്യുതി, പ്രകൃതിവാതകം എന്നിവയാൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഓരോ രാജ്യവും ആസൂത്രണം ചെയ്ത് ആവിഷ്കരിച്ചു വരികയുമാണ്. എന്നാൽ ഇത്തരം ഊർജ ഉപയോഗത്തെ പിന്നിലേക്ക് തള്ളി കാറ്റിനെ ഊർജമാക്കി പ്രവർത്തിക്കുന്ന നൂതന കപ്പൽ ഗതാഗത സംവിധാനത്താൽ പുതുവിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് പിക്സിസ് ഓഷ്യൻ എന്ന ചരക്ക് കപ്പൽ. ജാപ്പനീസ് ഷിപ്പിംഗ് കമ്പനിയായ MC ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ചരക്ക് കപ്പൽ ചാർട്ടേഡ് ചെയ്തിരിക്കുന്നത് സ്വിസ് കോർപ്പറേഷനായ കാർഗിലാണ്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കപ്പൽ 2017 പുറത്തിറങ്ങിയത്. 2023 ഈ കപ്പൽ 37.5 മീറ്റർ അഥവാ 123 അടി ഉയരമുള്ള 2 വിൻഡ് വിംഗ് സെയിലുകൾ ഉപയോഗിച്ച് നവീകരിക്കുകയുണ്ടായി. UK കമ്പനിയായ ബാർ ടെക്നോളജീസ് ആണ് ഇത്തരമൊരു രീതിയിലേക്ക് ഈ ചരക്ക് കപ്പലിനെ വികസിപ്പിച്ചത്. ചൈനയിലെ ഷാങ്ഹായിലെ കപ്പൽശാലയിൽ നിന്നുമാണ് ഈ കപ്പലിന്റെ വിൻഡ് വിംഗ്സ് സ്ഥാപിക്കപ്പെട്ടത്. ചെക്ക് ഹൊറിസോൺ 2020 എന്ന സംരംഭത്തിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയന്റെ ധനസഹായത്തോടെയാണ് ഈ ചരക്ക് കപ്പലിന്റെ വികസനം സാധ്യമാക്കിയത്. 2023 പരീക്ഷണ യാത്ര തുടങ്ങിയ ഈ കപ്പലിന്റെ പ്രയാണം സമ്പൂർണ്ണ വിജയം നേടിയിരിക്കുകയാണ്. ഇത് ലോകത്തിന് മുന്നിൽ തുറന്നിടുന്നത് പരിസ്ഥിതി സൗഹൃദ സമുദ്ര ഗതാഗത സംവിധാനത്തിലേക്കുള്ള മികച്ചൊരു മാർഗമാണ്. സമുദ്ര ഗതാഗതം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് വർദ്ധിച്ച ജല അന്തരീക്ഷ മലിനീകരണം എന്നത്. കപ്പലുകളിൽ നിന്നും മറ്റുമുള്ള ഇന്ധനങ്ങൾ സമുദ്രജലത്തിൽ കലരുന്നത് വൻ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പിക്സിസ് ഓഷ്യൻ വ്യത്യസ്തമാകുന്നത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കപ്പൽ സവിശേഷമായ റോട്ടർ സെയിൽ സംവിധാനമാണ് അവതരിപ്പിക്കുന്നത്. ഇത് കാറ്റിൽ നിന്നുള്ള ഊർജം വിനിയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്നു. റോട്ടർ സെയിൽ സംവിധാനം എന്നത് ഒരു ലംബ സിലിണ്ടർ ആണ്. അത് ലിഫ്റ്റ് സൃഷ്ടിക്കുന്നതിനായി സാവധാനം കറങ്ങുന്നു. അതേ തുടർന്നാണ് കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത്. പിക്സിസ് ഓഷ്യന്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും ഇന്ധന ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇത് കുറഞ്ഞ കാർബൺ ഉദ്വമനത്തിനും പ്രവർത്തന ചെലവിനും കാരണമാകുന്നു. ഇന്ധനവും കാറ്റ് ശക്തിയും സംയോജിപ്പിച്ച് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളുമായി യോജിപ്പിച്ച് സമുദ്ര വ്യവസായത്തിന് ഒരു സുസ്ഥിര പരിഹാരം ഈ കപ്പൽ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പറയാനാകും. ഈ കപ്പലിന്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും സുസ്ഥിര സമുദ്ര ഗതാഗത രംഗത്തിനായുള്ള മികച്ച മാതൃകയാണ്. കാരണം ഇതിൽ സജ്ജമാക്കിയിരിക്കുന്ന റോട്ടർ സെയിൽ സിസ്റ്റം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ അല്ലെങ്കിൽ സൗരോർജ പാനലുകൾ എന്നീ സാങ്കേതിക സംവിധാനങ്ങളുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ കഴിയും. ഈ കപ്പലിന്റെ പ്രവർത്തനം എന്നത് 500 വർഷം പഴക്കമുള്ള ഇന്ധന സഹായത്താലാണെന്ന് മറ്റൊരു തരത്തിൽ പറയാൻ കഴിയും. കാരണം കാറ്റിൽ നിന്നുള്ള ഊർജം വിനിയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന കപ്പലുകൾ പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്നവയാണ്. BC 3000 കാലഘട്ടത്തിൽ പുരാതന നാഗരികതകളിൽ കാറ്റിനെ വിനിയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന കപ്പലുകൾ പ്രചാരത്തിലുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെയും മനസ്സിൽ പഴയകാല പായ്ക്കപ്പലുകളുടെ രൂപം കടന്നുവരും. എന്നിരുന്നാലും കാറ്റിന്റെ സഹായത്തോടെയുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ ആധുനിക ആശയം വ്യാപകമായത് സമീപകാലത്താണ്. 1980കളിൽ കപ്പലുകളിലെ പരമ്പരാഗത പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾക്ക് അനുബന്ധമായി കാറ്റാടി ശക്തിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള പര്യവേക്ഷണത്തിന് ഗവേഷകർ തുടക്കമിട്ടു. റോട്ടർ സെയിലുകളും വിംഗ് സെയിലുകളും ഉൾപ്പെടെ വിവിധ തരത്തിൽ കാറ്റിന്റെ സഹായത്തോടെയുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ വികസനത്തിന് ഇത് കാരണമായി. മൊത്തത്തിൽ കാറ്റിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ എന്ന ആശയം പുരാതനമാണെങ്കിലും ഹരിതഗ്രഹവാതക ഉദ്വമനം കുറയ്ക്കാനും വാണിജ്യ ഷിപ്പിംഗിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും കഴിവുള്ള ഒരു പുതിയ കണ്ടുപിടുത്തമാണ് കാറ്റിന്റെ സഹായത്തോടെയുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ ആധുനിക വികസനം. ഇത്തരത്തിലുള്ള സംവിധാനമാണ് പിക്സിസ് ഓഷ്യൻ എന്ന ചരക്ക് കപ്പലിൽ സജ്ജമാക്കിയിരിക്കുന്നത്. കാറ്റ് ടർബൈൻ ബ്ലേഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയലിൽ നിന്നുമാണ് ഈ കപ്പലിലെ വിൻഡ് വിംഗ്സ് ഫിക്ചറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തുറമുഖങ്ങളിലേക്ക് എത്തുമ്പോൾ അവ മടക്കി വെക്കാൻ ഉതകുന്ന സംവിധാനവും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 6 മാസം നീണ്ടുനിന്ന പരീക്ഷണ കാലയളവ് വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഈ കപ്പലിലെ വിൻഡ് വിംഗ്സ് സാങ്കേതിക വിദ്യ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും
ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനും ഫലപ്രദമാണെന്ന് ഈ ഷിപ്പിംഗ് സ്ഥാപനം കണ്ടെത്തി. വിൻഡി വിങ്സ് ഘടിപ്പിച്ച ശേഷം 2023 ഓഗസ്റ്റിൽ ചൈനയിലെ ഷാങ്ഹായിൽ നിന്നും യാത്ര പുറപ്പെട്ട പിക്സിസ് ഓഷ്യൻ 6 മാസത്തെ പരീക്ഷണത്തിനായി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെ ഇത് പ്രതിദിനം ശരാശരി 3 മെട്രിക് ടൺ ഇന്ധനം ലാഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ഇത് 11.2 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്വമനം കുറയ്ക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരു വർഷം ഫോസിൽ ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന 480 കാറുകൾ നിരത്തിലിറക്കുമ്പോഴുണ്ടാകുന്ന ഇന്ധനത്തിന് തുല്യമാണിതെന്നാണ് പറയപ്പെടുന്നത്. ഓരോ വർഷവും 837 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ ആഗോള ഉദ്വമനത്തിന്റെ 2.1% അന്താരാഷ്ട്ര ഷിപ്പിംഗ് പ്രവർത്തനത്താലാണ് സംഭവിക്കപ്പെടുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ പിക്സിസ് ഓഷ്യന്റെ കാർബൺ ബഹിർഗമന അളവുകൾ വളരെ ചെറുതാണ്. എന്നാൽ ഈ ചരക്ക് കപ്പലിലെ സാങ്കേതിക സംവിധാനത്തിന് ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്താൻ കഴിയുന്ന വളരെയധികം സാധ്യതകൾ ഉണ്ടെന്നാണ് കാർഗിൽ ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ ഡിവിഷൻ പ്രസിഡന്റ് ജാൻ ഡിലേമാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കപ്പലിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാർ ടെക്നോളജീസ് ഭാവിയിൽ ഈ കപ്പലിലെ 2 വിൻഡി വിങ്സിന് പകരം 3 വിൻഡി വിങ്സ് ഉപയോഗിക്കാനുള്ള സാധ്യതകൾക്കായി പദ്ധതി ഇട്ടുവരികയാണ്. അത് സാധ്യമായാൽ ഇന്ധന ലാഭത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കാർബൺ ഉദ്വമനം വളരെയധികം കുറയ്ക്കാനും സാധിക്കും. കാർബൺ ബഹിർഗമനത്തെയും മറ്റു മലിനീകരണങ്ങളെയും ചെറുക്കുന്നതിനായി സമുദ്ര ഗതാഗത രംഗത്ത് പല നൂതനാശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രമാണ് കാറ്റിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പിക്സിസ് ഓഷ്യൻ എന്ന ചരക്ക് കപ്പലിലെ സംവിധാനങ്ങൾ. ഇതുകൂടാതെ സമുദ്ര ഗതാഗതത്തിൽ ഹൈഡ്രജൻ വിനിയോഗപ്പെടുത്താനുള്ള അത്യാധുനിക ആശയാവിഷ്കാരവുമായി ഒരു സ്കോട്ട്ലൻഡ് കമ്പനിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.